എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ ആ ടാബ്ലറ്റ് കഴിച്ച് ഫുൾ പവറിൽ നിൽക്കുകയാണ്. മുടിയൻ ഒരു സെക്കൻഡ് നമ്മുടെ ചോപ്പറിനെ നോക്കി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അതിനുശേഷം പതിയെ പതിയെ പേടിയോടുകൂടെ അവൻ പുറകിലേക്ക് പോവും. എന്നിട്ടും വിട്ടുകൊടുക്കാതെ അവൻ ചോപ്പറിനോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. എന്റെ ഫിംഗർ പിസ്റ്റൽ പവർ അതിന്റെ മുൻപിൽ നിനക്കെന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വിരലിഞ്ഞൊടിച്ച് ഫിംഗർ പിസ്റ്റൽ വെച്ച് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചോപ്പറിന് ഒരു പോറല് പോലും വീടില്ല. വില്ലൻ അടുത്തതായിട്ട് എന്തെങ്കിലും ചെയ്തതിനു മുൻപേ നമ്മുടെ ചോപ്പർ അവൻ വമ്പ ശബ്ദത്തില് ഇപ്പൊ നിലവിളിച്ചലറും. ആ ഒരു അലർച്ചയില് വില്ലന്റെ മുടി അത് അച്ചറം പൊച്ചറം ഓരോ ഭാഗത്തേക്ക് തെറിക്കാനായിട്ട് തുടങ്ങും. വില്ലനാണെങ്കില് അവന്റെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നിൽക്കും. വില്ലൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവന്റെ മുടി അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വില്ലന് പിടികിട്ടും ഇനിയും ചോപ്പറിന് മുൻപിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല. ഓടി രക്ഷപ്പെട്ടാലോ എന്ന് ഒരു സെക്കൻഡ് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത അത് CP9 ടീമിന് വലിയ അപമാനമാണ്. എന്റെ പവർ അതെങ്ങനെയെങ്കിലും ഉപയോഗിച്ച് ഇവനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവൻ ടെമ്പസ്റ്റിക് അറ്റാക്ക് ഉപയോഗിച്ച് നമ്മുടെ ചോപ്പറിനെ അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. പക്ഷെ ചോപ്പറിന് അപ്പോഴും ഒരു കൂസലും ഉണ്ടാവില്ല. അവൻ സിമ്പിളായി അവന്റെ കൈ നീട്ടി ഒരൊറ്റ അടി കട്ട് ചെയ്ത നമ്മുടെ ഫ്രാങ്കി അവനാണെങ്കില് ആ സിബ്ബം വില്ലനെ ചവിട്ടിക്കൂട്ടി ഹായായിട്ട് അങ്ങനെ പുറത്തേക്ക് നടന്നു വരികയാണ്. അങ്ങനെ ഒരു വിധത്തില് അവന്റെ കയ്യിലുള്ള കീയും സ്വന്തമാക്കും. അത് നമ്പർ 4 ആണ്. ഓൾറെഡി നമ്പർ 3യും 4ഉം ആ 2 കീ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഉറപ്പായിട്ടും നമ്പർ 2 കീ അതുണ്ടാവുക ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ അസിസ്റ്റന്റ് പെണ്ണ് അവളിപ്പോഴും സോപ്പൊക്കെ പതിപ്പിച്ച് ആ ബാത്ടബില് അങ്ങനെ സ്റ്റൈലായിട്ട് കുളിക്കുകയാണ്. അവളുടെ തൊട്ടു മുൻപില് നമ്മുടെ നാമി അവിടെ മുഴുവൻ വെള്ളവും പതയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൽ ചവിട്ടി തെന്നി വീണ് താഴെ കിടക്കുകയാണ്. പക്ഷെ നാമി അവൾ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൾ ആ വില്ലത്തിയെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വില്ലത്തി അവൾ സിമ്പിൾ ആയിട്ട് പറയും, ഓൾറെഡി നമ്മുടെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എണീറ്റ് വന്ന് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. ഉടനെ നാമി അവളിപ്പോ അസിസ്റ്റന്റ് പെണ്ണിനെ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. അവൾ ആക്ച്വലി ആ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ ഇപ്പോഴും വളരെ സിമ്പിളായി വെള്ളത്തിൽ കിടക്കുകയാണ്. അതിനർത്ഥം അവൾ അവളുടെ ഫുൾ പവർ ഇതുവരെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാണ്. ഇതാണ് പറ്റിയ അവസരം. അവൾ ആ ബാത്ടബിൽ കിടക്കുമ്പോ തന്നെ അവളെ തല്ലിക്കൊല്ലണം. സോ എങ്ങനെയെങ്കിലും എനിക്ക് എണീക്കണം എന്ന് പറഞ്ഞ് അവളിപ്പോ കാര്യമായിട്ട് ചിന്തിക്കും. വില്ലത്തി ആണെങ്കിൽ ടവലെടുത്ത് അവളുടെ തല അത് തുടയ്ക്കാനായിട്ട് തുടങ്ങും. അതേസമയം നാമി അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുന്നേറ്റിരിക്കും. എന്നിട്ട് ആ വില്ലത്തിയെ സൂക്ഷിച്ചു നോക്കും. ആക്ച്വലി ഇവളുടെ പവർ അത് കൂട്ടി കൊണ്ടിരിക്കുകയാണ്. സോ എന്നെ കൊണ്ട് അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുള്ള സാഞ്ചയെ പോലും അവൾ അടിച്ചു തകർത്തു. സോ പ്രത്യേകിച്ച് പവറൊന്നും ഇല്ലാത്ത എനിക്ക് ഇവളുടെ മുൻപിൽ ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ കഴിയില്ല. സോ മറ്റെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ നാമി ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ചിന്തിക്കും. അതേസമയം ആ വില്ലത്തി അവൾ ഡ്രസ്സൊക്കെ ഇട്ട് നാമിയുടെ അടുത്തേക്ക് വരാൻ റെഡി ആയിക്കൊണ്ടേയിരിക്കും. നാമി പതിയെ അവളുടെ എനർജിയൊക്കെ തിരികെ എടുത്ത് ഇപ്പോ എഴുന്നേറ്റ് നിൽക്കും. അതേസമയം ആ വില്ലത്തി കാലിഫ അവൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായ ഉടനെ നാമി അവളുടെ കയ്യിലെ വെപ്പൻ അതങ്ങനെ കറക്കി തണ്ടർ സ്റ്റൈലില് അവൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വില്ലത്തി ആണെങ്കിൽ ഞോട്ടിയിടയില് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. കാലിഫ വില്ലത്തെ അവൾ സ്റ്റൈലായി നാമിയോട് ചോദിക്കും, ഓ അപ്പൊ നിനക്കും കുറച്ച് പവറൊക്കെ ഉണ്ടല്ലേ, പക്ഷെ നിന്റെ നുണുങ്ങുവിത്തിയൊന്നും എന്റെ മുൻപില് വിലപ്പോവില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ വില്ലത്തെ അവൾ നൈസായിട്ട് മുകളിലേക്ക് നോക്കും. അവളുടെ തലയ്ക്ക് മുകളില് വലിയൊരു ബ്ലാക്ക് ക്ലൗഡ്. അത് കണ്ട നമ്മുടെ പെണ്ണ് അവള് ചിരിക്കും. അവളുടെ കയ്യിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ആഞ്ഞൊരൊറ്റ അടി. ആക്ച്വലി നമ്മുടെ നാമി നിലത്ത് കിടന്ന് ആ ബ്ലാക്ക് ക്ലൗഡ് അത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ നമ്മുടെ പെണ്ണ് അത് അവിടെ ഫോക്കസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. ബ്ലാക്ക് ക്ലൗഡിന്റെ പുകയും പവറൊക്കെ പോയി കഴിയുമ്പോ അവൾ ആ വില്ലത്തിയെ കാണും. ആ വില്ലത്തിക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അവളുടെ ബോഡി മുഴുവൻ സോപ്പിന്റെ പത കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നാമിക്ക് പിടികിട്ടും അതവളുടെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയാണ്. ഇവളൊരു സോപ്പ് ഹ്യൂമൻ ആണ്. ബബിൾ പവർ ഉപയോഗിച്ചാണ് ഇവൾ അവളുടെ തണ്ടർ പവറിനെ റെസിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ആ വില്ലത്തി അവൾ തന്നെ പറയും,
അതെ, എനിക്ക് ബബിളിന്റെ പവറാണ്. സെക്കൻഡുകൾ കൊണ്ട് എന്റെ ബോഡി മുഴുവൻ എനിക്ക് സോപ്പ് പോലെ പതപ്പിക്കാൻ കഴിയും. പക്ഷെ നാമി, അവളാണെങ്കിൽ ഇപ്പൊ വില്ലത്തെ പുച്ഛിച്ച് തള്ളും. നാമി പറയും, നിന്റെ പവറും സ്റ്റൈലും ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ഈ പവർ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് ആ കാലിഫയ്ക്ക് വാശി കയറും. അവൾ ഒരുപാട് ബൗൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതങ്ങനെ റൗണ്ട് ചെയ്ത് നാമിക്ക് നേരെ ആഞ്ഞടിപ്പിക്കും. നാമി ജസ്റ്റ് മിസ്സിന് ഓടി രക്ഷപ്പെടും. അപ്പോഴായിരിക്കും നാമി മറ്റൊരു കാര്യം തിരിച്ചറിയാം. അവൾ ആ റൂമിലേക്ക് വന്നപ്പോ താഴെ മുഴുവൻ ഒരുപാട് ബബിൾസ് അവൾ ശ്രദ്ധിച്ചിരുന്നു. ആക്ച്വലി അവൾ സ്ലിപ്പായി താഴെ വീണതല്ല, മറിച്ച് ആ ഒരു ബബിൾസ് അവളുടെ പവർ അബ്സോർബ് ചെയ്തതാണ്. സോ ഇതും കാലിഫയുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേക പവർ തന്നെയാണ്. നാമി അത് ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് അവൾ ക്രിയേറ്റ് ചെയ്ത ബബിൾസ് അത് നാമിയുടെ ബോഡിയിലേക്ക് വന്ന് വീഴും. ഞൊട്ടിയിടയില് അവളുടെ പവർ മുഴുവൻ ഡ്രൈനായി അവൾ താഴേക്ക് വീഴും. ഓൾറെഡി വില്ലത്തിക്ക് 6 പവേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇപ്പൊ അവൾക്ക് ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കൂടെ കിട്ടിക്കഴിഞ്ഞു. സോ ഇനി അവള് ഒരു കാരണവശാലും നാമിയെ വെറുതെ വിടില്ല. അവള് കാലങ്ങനെ നീട്ടി നാമിയെ ആഞ്ഞു ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ചു കളയും. അവൾ തെറിച്ചുപോയ ഫോഴ്സില് അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ബബിൾസ് അതും കുറേശ്ശെയായി അവളുടെ ബോഡിയിൽ നിന്ന് താഴേക്ക് പോവും. നാമി പതിയെ പതിയെ പവർ തിരികെ കിട്ടി നോർമലാവും. നാമിക്ക് മനസ്സിലാവും ആ ഒരു ബബിള് അത് ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ പവർ തിരികെ കിട്ടുമെന്ന്. അവൾ വീണ്ടും അവളുടെ സ്റ്റിക്ക് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. കാലിഫ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവൾ ആ സ്റ്റിക്ക് എടുത്ത് അറ്റാക്ക് ചെയ്ത് അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോവും. അത് കണ്ട കാലിഫ അവൾ ചിരിക്കും. അവളും നാമിയുടെ പിന്നാലെ പോയി ഒരുപാട് ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് നാമിയുടെ കാലില് അങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. നാമിക്കാണെങ്കിൽ നിൽക്കാൻ കഴിയാതെ അവൾ താഴേക്ക് വീഴും. നാമി ഒരു സെക്കൻഡ് അവളുടെ കാല് നോക്കും. അതിപ്പോ വളഞ്ഞു പൊളഞ്ഞ് അങ്ങനെ വീണ് കിടക്കുകയാണ്. കാലിഫ പറയും, ഇതെന്റെ സ്പെഷ്യൽ പവറാണ്, നീ ഭാഗ്യവതിയാണ്. എന്റെ ഈ ഒരു പവർ അത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നിന്റെ കാലിലാണ്. ഈ പവർ ഉപയോഗിച്ച് ഏതെങ്കിലും ബോഡി പാർട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പാർട്ട് അത് ഈ കോലത്തിലാവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചോപ്പർ, അവനാണെങ്കിൽ ആ മുടിയൻ വില്ലനെ ആഞ്ഞിടിച്ചിട്ടും അവൻ വീണ്ടും ഇപ്പൊ ചോപ്പറിന് നേർക്ക് വരികയാണ്. വില്ലന്റെ വായിലെ പല്ലൊക്കെ പോയി അവന്റെ റാഡൊക്കെ വളഞ്ഞൊടിഞ്ഞ് മൊത്തത്തിൽ ഒരു ഭൂതത്തെ പോലെ അവൻ എണീറ്റ് നിൽക്കും. ചോപ്പർ വീണ്ടും അവന്റെ കൈ നീട്ടി 5-6 അടി അറഞ്ചം പുറഞ്ചം അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്രാങ്കി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വരും. ഫ്രാങ്കി മുകളിലേക്ക് കയറി വരുമ്പോഴായിരിക്കും നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ ആ ബിൽഡിംഗ് തകർത്ത് ആ വില്ലനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് വരിക. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഉടനെ ചോപ്പർ അവൻ ആ വില്ലനെ വലിച്ചെറിഞ്ഞ് ബിൽഡിങ്ങില് ആഞ്ഞൊരു ഇടിയിടിക്കും. ആ ഒരു ശബ്ദം കേട്ട് അയർലാൻഡിലുള്ള നേവി ടീംസ്, ഫ്രാങ്കി ടീംസ് അങ്ങനെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. വില്ലന്റെ ബോഡി ആ മെയിൻ അയർലാൻഡിലേക്ക് തെറിച്ചു വീഴും. അവനെ കണ്ട് എല്ലാവരും ഷോക്കാവും. ചോപ്പർ ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വന്ന് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തൂങ്ങി വലിഞ്ഞു കയറാണ്. അപ്പൊ അതേസമയം ആ ഏജന്റ് വില്ലൻ, ലൂച്ചി, റോബിൻ അവരെല്ലാവരും ആ ശബ്ദം കേട്ട് അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസായി നിൽക്കും. ഉടനെ ആ ഏജന്റ് വില്ലൻ ഇപ്പൊ ലൂച്ചിയോട് അവളുടെ മുടി പിടിച്ച് വലിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറയും. അതിനെ ലൂച്ചി അവളുടെ മുടിയിലൊന്നും പിടിക്കില്ല, മറിച്ച് അവളുടെ കൈ പിടിച്ച് വലിച്ച് മുൻപോട്ട് കൊണ്ടുപോകും. ഉടനെ ആ ഏജന്റ് വില്ലൻ അവൻ അവളോട് ചോദിക്കും, എന്തു പറ്റി? നീ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിക്കുകയാണോ? അവരെ കുറിച്ച് നീ ആലോചിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് കടന്ന് അവർക്ക് വരാൻ കഴിയില്ല. ഈ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് നീ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആശ, ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് അതെല്ലാം തന്നെ നശിക്കാൻ പോവാണ്. അവരിപ്പോ ഉള്ളത് ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിന്റെ തൊട്ടു മുൻപിലുള്ള ഒരു ബ്രിഡ്ജിലാണ്. അത് പാസ് ചെയ്ത് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് വേണം അവർക്ക് ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോവാൻ. ഇവിടെ വില്ലൻ അവൻ വീണ്ടും റോബിനോട് പറയും, നീ ആരുടെ മേലെ വിശ്വാസം വെക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വർഷം ജീവനോടുകൂടി ഇരുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. സോ ഇനി നിന്റെ കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി, റോബിൻ ഞാൻ എത്തിയെന്ന് പറഞ്ഞ് അവരുടെ തൊട്ടു പുറകിലേക്ക് ഓടി വരിക. റോബിൻ ആണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവള് ഷോക്കാവും. ആ ഏജന്റ് വില്ലൻ സ്പാങ്ഡം അവനാണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഇവനെങ്ങനെ ഈ വഴി കണ്ടുപിടിച്ചു? ലൂച്ചി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇവളെയും കൂട്ടി നിങ്ങൾ മുൻപോട്ട് പോയിക്കോളൂ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ലൂഫി ഓടി ഓടി മുൻപോട്ട് വരുമ്പോ
വലിയൊരു ഡോറ് അവന്റെ മുൻപിൽ കാണും. അവൻ അതും ഇടിച്ചു പൊട്ടിച്ച് മുൻപോട്ടേക്ക് വരും. അപ്പോഴായിരിക്കും ലൂഫി ആ ലൂച്ചി വില്ലനെ അവന്റെ തൊട്ട് മുൻപിൽ കാണുക. ലൂഫിയെ കണ്ട് ലൂച്ചി അവനങ്ങനെ കാഷ്വലായി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.